ശ്രീ കെ പി നൌഷാദ് അലി, ഇപ്പോൾ പാർട്ടിയുടെ വലിപ്പം അനുസരിച്ചല്ല ഇവിടെ ബി.ജെ.പിക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് CPIM ആണ്. അത് ഉദാഹരണ സഹിതമാണ് എം പ്രകാശൻ ചൂണ്ടിക്കാണിക്കുന്നത്. CAA വിഷയത്തിൽ നിങ്ങളുടെ കേന്ദ്ര നേതാക്കൾ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിപ്പോൾ ഒരു ജയറാം രമേശിൽ ഒതുങ്ങി നിൽക്കുകയാണ്. 2021 ശേഷം CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങനെ നിൽക്കുന്നു. മാത്രമല്ല, ഈ ഡൽഹി പോയുള്ള സമരം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ BJP മുഖ്യ ശത്രുവായി ഇവിടെ കാണുന്നത് CPM-നെയാണ് എന്നുള്ളത് ഈ EDയുടെ വരവടക്കം ചൂണ്ടിക്കാണിച്ച് അവർക്ക് മുന്നോട്ട് വെക്കാനാകും. അതിന് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും? ഇതിന് സ്മൃതി ചോദിച്ച അത്രയ്ക്കൊരു ഗൗരവം ഈ ചോദ്യത്തിനില്ല. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇവരെ ലക്ഷ്യം വെക്കുന്ന ന്യൂനപക്ഷങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായം ഇത് മനസ്സിലാക്കും. കാരണം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മലബാറിൽ വാങ്ങുക എന്നത് മാത്രമാണല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ CAA നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്തിനാണ് മലബാറിലെ 4 ജില്ലകളിൽ മാത്രം ഒതുക്കുന്ന ഒന്നാക്കി അവർ മാറ്റുന്നത്? എന്താ പത്തനംതിട്ടയിലും കോട്ടയത്തും കൊല്ലത്തും ആലപ്പുഴയിലൊന്നും CAA നിയമം ബാധകമല്ലേ? ഇവിടെ വന്ന് മാത്രം ഇവർ ചെയ്യുന്ന ഇവരുടെ ഈ ദുഷ്ടലാക്ക് ഇത് തിരിച്ചറിയാതിരിക്കാൻ മാത്രം അത്രക്ക് ബോധമണ്ഡലം കീഴോട്ട് പോയവരാണോ ഇവിടുത്തെ മലബാറിലെയും കേരളത്തിലെയും ന്യൂനപക്ഷ ജനത എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ന്യൂനപക്ഷ വർഗീയതയും പ്രീണനവുമാണ് ഇവരുടെ അഭയകേന്ദ്രം. എന്നാൽ നിയമസഭ വരുമ്പോൾ ഇവർ ഭൂരിപക്ഷ വർഗീയതയിലേക്ക് വളരെ പെട്ടെന്ന് കളം മാറ്റും. അതല്ലേ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞൂഞ്ഞും കേരളം ഭരിക്കുമെന്ന് ഇവർ പറഞ്ഞത്. 2021 ആയപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് ഇസ്ലാമോഫോബിയൊക്കെ അന്തരീക്ഷത്തിൽ പടർന്നു എന്ന് മനസ്സിലാക്കി ആ വാദം തിരുത്തി ഇവർ പറഞ്ഞു 2021 UDF വന്നാൽ കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസ്സനും ചേർന്ന് കേരളം ഭരിക്കുമെന്ന്. ഇത്രക്ക് പച്ചക്ക് വർഗീയത നരേന്ദ്രമോദി പോലും അഹമ്മദ് മിയ പട്ടേൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞ പ്രസ്താവനയിൽ പോലുമില്ല. സീരിയസ് ആയിട്ട് 5 കൊല്ലം ഇടവിട്ട് ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ചൂഷണം ചെയ്യുന്നു. ലോക്സഭ വരുമ്പോൾ അവർ ന്യൂനപക്ഷ വർഗീയതയിലേക്ക് മാറുന്നു. ഇത്തരത്തിൽ തരാതരം വർഗീയത മാറ്റി മാറ്റി പിടിക്കുന്ന കേരളത്തിലെ CPM BJP-യേക്കാൾ അധപ്പതിച്ചൊരു പാർട്ടിയാണ് എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ഉത്ബുദ്ധതയുള്ള ജനാധിപത്യ വിശ്വാസികൾ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ CAA വിരുദ്ധ പ്രക്ഷോഭം? ഞാൻ പറഞ്ഞു കഴിയട്ടെ. വേഗം പറഞ്ഞോളൂ, നമുക്ക് സമയം കുറവേ ഉള്ളൂ. ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല. പറയൂ. CAA വിരുദ്ധ പ്രക്ഷോഭം ഈ രാജ്യത്ത് നയിച്ചത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തൊട്ട് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ഒക്കെ -ഡിഗ്രി തണുപ്പിൽ JNUവിലും ഡൽഹിയിലെ തെരുവ് വീതിയിലും ഷഹീൻ ബാഗിലും ഒക്കെ ഇവിടുത്തെ പ്രതിഷേധക്കാർക്ക് കൂട്ടിരുന്ന ആളുകളാണ്. ഈ രാജ്യവ്യാപകമായിട്ട് CAA കേസിനെതിരെ ഏറ്റവും അധികം കേസ് ഏറ്റുവാങ്ങിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. ഈ കേരളത്തിൽ പിണറായി വിജയന്റെ CAA അനുകൂല ഭരണകൂടം ചുമത്തിയ കേസിൽ ഏറ്റവും അധികം പ്രതികളായിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളാണ്. കേരള നിയമസഭയിൽ CAA-ക്കെതിരായിട്ടുള്ള പ്രമേയം പാസാക്കിയപ്പോൾ ഗവർണർ പുച്ഛിച്ചു. ഗവർണർക്കെതിരെ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ച കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും അതിനുള്ള അനുമതി നിഷേധിച്ചതാണ് ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ സ്പീക്കറുടെ നേതൃത്വത്തിലുള്ള കേരള നിയമസഭയാണ്. ഇത്തരത്തിൽ ഇവരൊക്കെ ഈ പൂതന വിഷം പുരട്ടിയ മുലയുമായിട്ട് ഇവര് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.